ആരോഗ്യത്തെപ്പറ്റി മാത്രം സംസാരിക്കുക, ആരോഗ്യത്തെപ്പറ്റി മാത്രം പഠിപ്പിക്കുക. രോഗത്തെപ്പറ്റി പഠിച്ചാൽ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉള്ളത് പഠിച്ചാൽ തീരില്ല, പുതിയത് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പിന്നാലെ പോണത് മണ്ടത്തിലല്ലേ. ആരോഗ്യം ഒന്നേ ഉള്ളൂ. ആരോഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശരീരത്തിന് മാലിന്യം ഉണ്ടാവരുത്. ശരീരത്തിന് വേണ്ട എലമെൻറ്റ്സ് മുഴുവൻ എത്തിക്കാൻ പഠിക്കണം. ശരീരത്തിന് എന്തെല്ലാം വേണം, ഏതെല്ലാം ട്രേസ് എലമെൻറ്റ് വേണം, ഏതെല്ലാം ന്യൂട്രിയൻസ് വേണം, ഏതെല്ലാം പോഷണങ്ങൾ വേണം, അതെത്തിക്കാൻ പഠിക്കണം. മാലിന്യം ശരീരത്തിനകത്ത് ഉണ്ടാവരുത്. പിന്നെ നമുക്ക് കൂടുതൽ പ്രതിരോധ ശക്തി ഉണ്ടാകാൻ എന്താ വേണ്ടത്? ഒരു വീടെങ്കിലും കേരളത്തിൽ രോഗമില്ലാത്തവരുടേതായിട്ടുണ്ടോ? ഒരു വീട്. സകല വീടുകളിലും രോഗികളായില്ലേ? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും രോഗികളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുമല്ല, ഒരു രോഗിയിൽ തന്നെ 15 രോഗമായിട്ട് വരുന്നു. വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സാധനം ശരിക്കും സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരം ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സാധനമാണ്. ശരീരം ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ട ഒരു സാധനം. അതിന് ഗുളിക കൊടുത്താലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇപ്പോൾ എൻ്റെ അടുക്ക ഒരുപാട് പേര് വരുന്നുണ്ട്. വരുന്ന ചീട്ടുകളിൽ മുഴുവൻ എല്ലാ ഡോക്ടർമാരും വിറ്റാമിൻ ഡി ഗുളിക എഴുതിയിരിക്കുകയാണ്. അത് ആരെന്നില്ലാതെയാണ് എഴുതണത്. ഇപ്പോൾ മക്കളായി കഴിഞ്ഞ പ്രായമായവർക്ക് വിറ്റാമിൻ ഡി ഗുളിക കൊടുത്താൽ ഒരു കുഴപ്പമില്ല. പ്രായമാകാത്ത കുട്ടികളാകാത്തവർക്ക് ഈ ഗുളിക കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സ്വാഭാവിക നോളജാണ് നഷ്ടപ്പെടുന്നത്. അത് ഒരു തലമുറയ്ക്കല്ല, അനന്തര തലമുറകൾക്ക് മുഴുവൻ അത് നഷ്ടം വരും. അപ്പോൾ ഒരു കാരണവശാലും വിറ്റാമിൻ ഡിയുടെ ഗുളിക ചെറുപ്പക്കാർക്ക് കൊടുക്കരുത്, കുട്ടികളില്ലാത്തവർക്ക് കൊടുക്കരുത്. കൊടുത്താലുണ്ടാകുന്ന ഒരു മനുഷ്യകുലം ഉണ്ടായ നാൾ മുതലുള്ള ഒരു ശരീരത്തിൻ്റെ നോളജിനെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു പദ്ധതിയായിട്ട് മാറും അത്. പിന്നെ അവൻ്റെ തലമുറയും മുഴുവൻ ഗുളിക കഴിച്ചേ പറ്റൂ. അതിന് പകരം എന്തുകൊണ്ട് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നില്ല, ശരീരം എന്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം പഠിച്ചിട്ട് അതിന് പരിഹാരവും കൂടി കൊടുക്കണ്ടേ? അത് ചെയ്യണില്ല. ആ ഒരു തെറ്റാണ് മോഡേൺ സയൻസും ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഒരു റീസണുണ്ട്, എന്തോ ഒരു റീസണുണ്ട്. ഇതിൻ്റെ റീസൺ നമ്മൾ മനസ്സിലാക്കിയത് ബ്ലഡിൻ്റെ pH ആണ്, രക്തത്തിൻ്റെ അസിഡിറ്റി. ഈ അസിഡിറ്റി അതായത് pH 7.35-നും 7.45-നും ഇടയിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രക്തത്തിൻ്റെ pH ആസിഡ് ആൽക്കലൈൻ റേഷ്യോ 7.35 7.45 ഇതിനിടയിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഒരു രോഗം വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുമാതിരിപ്പെട്ട ഒരു രോഗം വരില്ല. അഥവാ വന്നാൽ തന്നെ ശരീരം തന്നെ അത് റിപ്പയർ ചെയ്തെടുക്കും. pH ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി ബോഡി. ഞാൻ കഴിഞ്ഞ നാൾ വരെ പറഞ്ഞിരുന്നത് 95% രോഗങ്ങളും ഈ pH-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടെന്നായിരുന്നു. ഇപ്പം ഞാനതല്ല പറയുക, 100% ഡിസീസും ഈ pH-ഉമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, നമ്മുടെ അസിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് കാരണം pH ആണ് അതോറിറ്റി, ശരീരത്തിൻ്റെ അതോറിറ്റി അതാണ്. അപ്പോൾ നിങ്ങൾ അസിഡിക്കാണെങ്കിൽ സൂര്യപ്രകാശം കിട്ടിയാലും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് കാൽസ്യവും മഗ്നീഷ്യവും ഇല്ല, pH-ഉം കറക്റ്റല്ല, ശരീരത്തിന് ഡി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇത് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ പറയുന്നത് ഇക്കോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രപ്രകാരം ഇതിനാണ് സാധ്യത. അതനുസരിച്ച് നമ്മൾ ഒരു കുട്ടികൾക്കും കൊടുക്കില്ല. കാൽസ്യം കൊടുക്കും, മഗ്നീഷ്യം കൊടുക്കും, കാൽസ്യം മഗ്നീഷ്യം ഉള്ള ഫുഡ് കൊടുക്കും, കാൽസ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ ഹോമിയോ ഗുളികകൾ കൊടുക്കും. ഒപ്പം രക്തത്തിൻ്റെ pH കറക്റ്റ് ചെയ്യാനുള്ള കുക്കുംബറിൻ്റെ ഫ്രഷ് ജ്യൂസ്, ചുരക്കായുടെ ഫ്രഷ് ജ്യൂസ്, പടവലങ്ങയുടെ ഫ്രഷ് ജ്യൂസ്, കുമ്പളങ്ങയുടെ ജ്യൂസുകൾ, ഇതെല്ലാമാണ് കൊടുക്കണേ നമ്മുടെ അസിഡിറ്റി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട്. കാരണം 7ാം ക്ലാസ് കെമിസ്ട്രിയാണ്, നമ്മളെല്ലാം 7ാം ക്ലാസ്സിൽ പഠിക്കണം ഒരു കെമിസ്ട്രിയാണിത്. അതായത് ആസിഡും ആൽക്കലൈനും തമ്മിൽ ചേർന്നാൽ ന്യൂട്രൽ, പച്ചവെള്ളം. ഈ നോളജിന് നമ്മൾ എന്തുകൊണ്ട് നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യണില്ല? പുസ്തകത്തിൽ പഠിക്കുന്ന സാധനമല്ലേ ആസിഡും ആൽക്കലൈനും. നമ്മുടെ അസിഡിറ്റിയാണ് പ്രശ്നം. എല്ലാവർക്കും അസിഡിറ്റിയാണ്. എല്ലാ മനുഷ്യർക്കും നെഞ്ചരിച്ചിൽ, പുളിച്ചു തീട്ടൽ, ഗ്യാസ്, അസിഡിറ്റി ഇതെല്ലാവർക്കും വന്നിട്ടിരിക്കുകയാണ്.
പല കാരണങ്ങളുണ്ട് അതിൻ്റെ അസിഡിറ്റി വരാനായിട്ട് കാരണമുണ്ട്. മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി വരും. മലബന്ധം, വിയർപ്പ് കുറവാണെങ്കിൽ അസിഡിറ്റി വരും. ഇപ്പോൾ എൻ്റെ അടുക്കെ വരുന്ന കേസുകളിൽ അതായത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വന്നിട്ടിരിക്കുന്നു. മദ്യം ഒരു തുള്ളി പോലും തൊട്ടിട്ടില്ല, പക്ഷേ ലിവർ സിറോസിസ് വരുന്നു. മദ്യം കഴിച്ചാലേ വരുള്ളെന്ന് പരിച്ചു വെച്ചിരുന്ന ഒരു സാധനമാണ്. ഇത് വിയർക്കാത്തത് കൊണ്ട് വരുന്നതാണ്. വിയർക്കുന്നില്ല, രോമകൂപങ്ങൾ എല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. ഇത് വിയർക്കാത്ത വന്നു കഴിഞ്ഞാൽ അത് അസിഡിറ്റി കൂട്ടും. അസിഡിറ്റി ഉണ്ടാക്കുന്ന മെയിൻ കാരണങ്ങളിലൊന്ന് വിയർക്കാത്തതാണ്. അപ്പോൾ വിയർക്കാതിരുന്നാൽ, വിയർപ്പിലൂടെ വെളിയിലേക്ക് വരേണ്ടത് ഉപ്പും അസിഡിറ്റിയുമാണ്, ഉപ്പും പുളിയുമാണ്. ഒരു വിയർപ്പിൻ്റെ സ്വാദതാണ് എന്ന് പറഞ്ഞാൽ ഉപ്പുണ്ടതിനകത്ത്, വിയർപ്പിനകത്ത്. നമുക്ക് തൂമ്പ പണിക്കാർ വിയർത്ത് വൈകുന്നേരം വരുമ്പോൾ അവരുടെ മുതുകത്ത് ഉപ്പ് പരലുകൾ നമുക്ക് കാണാം, പരലുകൾ കാണാം. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉപ്പ് ലിവറിലുള്ളത് വെളിയിലേക്ക് വരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. മുതുകത്തും കാണാം, കക്ഷത്തിലും കാണാം, തോളത്തും ഒക്കെ കാണാൻ പറ്റില്ലേ? അപ്പോൾ എന്തോരം ഉപ്പ് വെളിയിൽ പോയി വിയർപ്പ് പോയപ്പോൾ. ഈ വിയർക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഉപ്പ് കോശങ്ങളിൽ കിടക്കില്ലേ? ആ പുളി അസിഡിറ്റിയും കിടക്കില്ലേ? അപ്പോൾ വളരെ ക്ലിയറാണ് ക്യാൻസറിൻ്റെ കാരണങ്ങളിൽ ഒന്ന് സോഡിയം ബേസ്ഡ് സെൽ ഇൻ ആൻ അസിഡിക് സിറ്റുവേഷൻ. ക്യാൻസർ സെല്ല് ഉണ്ടാവും എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് സ്റ്റഡി ഉള്ളതാണ്, സയൻറ്റിഫിക് സ്റ്റഡി ഉള്ളതാണ്. അപ്പോൾ വിയർക്കാതിരുന്നാൽ ക്യാൻസറിന് കാരണമല്ലേ അത്? എല്ലാ രോഗങ്ങൾക്കും കാരണമാണ്. അപ്പോൾ മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി, വിയർക്കാതിരുന്നാൽ അസിഡിറ്റി, ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി, ഉറക്കം നിൽക്കുന്ന ജോലിയും ഉറക്കക്കുറവുണ്ടെങ്കിൽ അസിഡിറ്റി. പിന്നെ ഉള്ള അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണം അനിമൽ പ്രോട്ടീൻ ആൻഡ് പ്ലാന്റ് പ്രോട്ടീൻ. ഈ രണ്ട് പ്രോട്ടീനുകളും ദഹിക്കേണ്ട ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്താലോ, ഇറച്ചി മുട്ട കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, കടല, ചെറുപയർ, വൻപയർ, കടല കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. ദഹിപ്പിക്കാനുള്ള ദഹനരസം കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടേ ശരീരം. കൂടുതൽ പ്രോട്ടീൻ, കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിൽ ദഹിച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന എൻഡ് പ്രൊഡക്റ്റ് മാലിന്യം എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ്. ഇത് മാക്സിമം കിഡ്നി വെളിക്കളയും. എക്സസ് വന്നാൽ ബ്ലഡിൻ്റെ pH താത്തും. pH 7 താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യും. ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ കാരണം അതാണ്. രക്തത്തിൻ്റെ pH താഴെ പോണതാണ് ഇതിൻ്റെ കാരണം. ഓക്സിജൻ സപ്ലൈ പൂർണ്ണമായും കട്ട് ഓഫായി പോകും. ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നവനെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും ഈ കുഴഞ്ഞു വീണ് മരിച്ചതിൻ്റെ റീസൺ പിടികിട്ടില്ല. കാരണം ഇതാണ്, ഓക്സിജൻ സപ്ലൈ കട്ട് ഓഫായി പോകുന്നതാണ്. അപ്പോൾ ഓക്സിജൻ കുറയുന്നതിൻ്റെ പ്രശ്നം അസിഡിറ്റിയാണ്. അതാണ് നമ്മളിപ്പോൾ കൊറോണ വരുമ്പോഴും ഓക്സിജൻ തോതല്ലേ ബ്ലഡിൽ കുറയണേ, ഓക്സിജൻ്റെ തോതാണ് കുറയണേ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരീരത്തിന് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇറച്ചി കഴിക്കേണ്ടെന്നല്ല പറയുക. ഇറച്ചി കഴിച്ചാൽ ഒരു യൂറിക് ആസിഡ് ഉണ്ടാകുമെന്നറിയുകയും ആ യൂറിക് ആസിഡിനെ നിർവീര്യമാക്കി കളയാൻ പറ്റുന്ന കുക്കുംബർ അല്ലെങ്കിൽ ജ്യൂസ് ഒരു 3 മണിക്കൂർ അല്ലെ 4 മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കണമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് കഴിക്കാതിരിക്കലല്ല. അതിൻ്റെ അളവുകൾ പരിമിതപ്പെടുത്തുക. കൂടുതൽ കഴിച്ചാൽ അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള നടപടി നമ്മളുണ്ട്. അല്ലാതെ ശരീരത്തിന് കേടായിട്ട് വരില്ലേ? ഇത്ര കാര്യമാണ് ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് വിറ്റാമിൻ ഡി. ഇപ്പോൾ വിറ്റാമിൻ സിയുടെ കാര്യത്തിലും ഇത് പ്രശ്നമാണ്. മനുഷ്യനും ഏതാണ്ട് ഗിനിപ്പന്നിയും കുറച്ച് ജീവികളും ഒഴിച്ചുള്ള സകല ജീവികളും അവരവർക്ക് വേണ്ട വിറ്റാമിൻ സി അവരവരുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആ വിറ്റാമിൻ സി ആണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം കുറ്റമറ്റതാക്കി നിർത്തേണ്ടത്. അത് ശരീരം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ശരീരം ഉണ്ടാക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ? ഏതോ മനുഷ്യൻ്റെ എവല്യൂഷനിൽ ഏതോ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ വിറ്റാമിൻ സി നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിറ്റാമിൻ ഡി കൊടുക്കണം, അതേ എഫക്റ്റ് അതാണ് വരാൻ പോണേ. ഏതോ ഒരു കാലഘട്ടത്തിൽ വിറ്റാമിൻ സി വളരെ കൂടുതൽ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം. ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കേണ്ട അവസ്ഥ ഇല്ലാണ്ടായി. ആ നോളജ് ശരീരത്തിന് നശിച്ചു പോയി. അതുകൊണ്ട് എന്താ പറഞ്ഞത്, ഇപ്പോൾ വിറ്റാമിൻ സി കഴിക്കേണ്ടി വരുന്നു, സിന്തറ്റിക് ആയിട്ടുള്ള വിറ്റാമിൻ സി കഴിക്കേണ്ടി വരുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാച്ചുറൽ വിറ്റാമിൻ സി കൊടുത്ത് നോക്കും.
നാരങ്ങ കൊടുത്തു നോക്കും, നെല്ലിക്ക കൊടുത്തു നോക്കും, പേരക്ക കൊടുത്തു നോക്കും. പക്ഷെ രോഗാവസ്ഥയിലെത്തിയാൽ തെറാപ്പൂട്ടിക്കൽ ഡോസ് തന്നെ വേണ്ടി വരുന്നു, സിന്തറ്റിക്കിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതേ അവസ്ഥ തന്നെയല്ലേ ഡിക്ക് മരണേ. മനുഷ്യകുലം ഒന്നടങ്കം മറ്റൊരു ഡെഫിഷ്യൻസി ഇതിലേക്ക് പോകുന്നു. ശരീരത്തിനുണ്ടായിരുന്ന ഒരു നോളജിനെ നമ്മൾ ഇല്ലാതാക്കുന്നു. അതാണ് ഈ ഗുളിക കൊടുത്താൽ വരുന്ന അവസ്ഥ. ഗുളിക തൽക്കാലം വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളായവർക്ക് കൊടുക്കുകയും മറ്റുള്ളവർക്ക് അത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ള കാരണം മനസ്സിലാക്കിയിട്ട് ചെയ്യുകയും ചെയ്യുക. അല്ല, ഇത് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിനുള്ളിലൊരു സാഹചര്യം വേണ്ടേ? ആ സാഹചര്യം സൃഷ്ടിച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇളം വെയിൽ കൊണ്ടേ, അല്ലെങ്കിൽ മരങ്ങളുടെ വെയിലത്ത് തട്ടി വരുന്ന മരത്തണലിരുന്ന് വെയിൽ കൊണ്ടേ, അത് മതി. നേരെ സൂര്യപ്രകാശം വെയിലത്ത് പോയി നിൽക്കണ്ട. മനുഷ്യൻ്റെ വിധിച്ച അഗ്നി ചൂടെന്ന് പറയുന്നത് മരത്തലപ്പിൽ പച്ചപ്പിൽ തട്ടി താഴേക്ക് വരുന്ന വെയിലാണ് വേണ്ടത്. നേരിട്ടുള്ള വെയിലേ വേണ്ട അവന്, നേരിട്ടുള്ള വെയിലേ വേണ്ട. അപ്പോൾ പിന്നെ ഇത് കഴിക്കണം, അതുകൊണ്ട് അല്ലെങ്കിൽ വിറ്റാമിൻ കഴിക്കണമെന്ന് പറയുന്നതിൽ യാതൊരുവിധ ശാസ്ത്രീയത അതിൻ്റെ പിന്നിലില്ല. അതൊരു നിഗമനം മാത്രമാണ്. ചെയ്തു നോക്കിയാൽ ഇത് ഒഴിവാക്കാൻ പറ്റും, ഗുളിക ഒഴിവാക്കാൻ പറ്റും. മനുഷ്യർക്ക് എല്ലാ കാലത്തും ഈ വിറ്റാമിൻ ഡി ഉണ്ടാക്കേണ്ട സാഹചര്യം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന നോളജ് അല്ലേ, ഇപ്പം ഇല്ല. ഇതുവരെ ശരീരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ലേ ഇത്രയും കാലം, ഇപ്പം മാത്രമായിട്ട് ഇല്ലാതാക്കിക്കുമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടില്ലേ. ഇപ്പം മജ്ജയുടെ അസിഡിറ്റിയും പ്രധാനമായി തീർന്നു. സ്ഥായി രോഗങ്ങൾ ഒഴിയണമെന്നുണ്ടെങ്കിൽ മജ്ജയുടെ pH കൂടി കറക്റ്റ് ചെയ്തേ പറ്റൂ. രക്തത്തിൻ്റെ മാത്രം പോരാ, ബ്രെയിനിൻ്റെ pH കറക്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊന്നും കണക്കിലെടുക്കാതെ വെറുതെ മരുന്ന് കൊണ്ട് പരിഹാരം കാണാമെന്ന് വിചാരിക്കുന്നു. സാധ്യമല്ലാത്ത കാര്യമാണ്. അതിൻ്റെയൊക്കെ റീസൺ എന്താണ്? ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഷുഗർ രോഗം, ഇതിൻ്റെ ബേസിക് റീസൺ എന്താണ്? അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇന്നേ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഷുഗർ രോഗം മാറില്ല, ഒരിക്കൽ വന്നാൽ മാറില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, കാർബോഹൈഡ്രേറ്റ് ഷിഫ്റ്റ് ചെയ്താൽ രോഗം മാറുന്നു. അരിയും ഗോതമ്പും നിർത്തിയിട്ട് മില്ലറ്റ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റിലേക്ക് മാറി. ഇത്രയേ ഉള്ളൂ ചെയ്യുള്ളൂ. മില്ലറ്റും അല്ല, മില്ലറ്റിൽ നിന്നും ഇനി ഒറിജിനൽ കാർബോഹൈഡ്രേറ്റിലേക്ക് പോകണം. അവിടെയാണ് നമ്മൾ കരിമ്പിൻ്റെ ജ്യൂസും മധുരക്കിഴങ്ങും ഏത്തക്കായും ഇതെല്ലാം വരണത് അവിടെയാണ്. ഏത്തക്കായുടെ പേരക്ക നല്ല കാർബോഹൈഡ്രേറ്റാണ്. ഇനി ഒരു പക്ഷേ എഗ് ഫ്രൂട്ട്, മുട്ടപ്പഴം എന്ന് പറയുന്നതിലും നല്ല കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നല്ല കാർബോഹൈഡ്രേറ്റുകളുള്ള എത്രയോ ഫ്രൂട്ട് ലോകം മുഴുവൻ കാണും. അത് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കണ്ടേ നമ്മൾ? അത് നമ്മുടെ ജോലിയാണ്. നമ്മൾക്ക് വേണ്ട ഭക്ഷണം, അതിൻ്റെ വിത്ത് വിതരണം ചെയ്യേണ്ടത് നമ്മളുടെ സ്വധർമ്മമാണ്, മനുഷ്യൻ്റെ സ്വധർമ്മമാണ്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണ് അത് കണ്ടുപിടിച്ച് വേണം നമ്മൾ വിത്ത് വിതരണം നടത്താൻ, എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട്. ഇതിന് പകരം നമ്മളെന്താ ഇപ്പം ചെയ്യണേ? അരിക്കകത്ത് അയൺ കയറ്റാൻ നോക്കുന്നു, പ്രോട്ടീൻ കയറ്റാൻ നോക്കുന്നു, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള അരി കൊടുക്കാൻ നോക്കുന്നു. വീണ്ടും കുഴപ്പത്തിലേക്കല്ലേ പോവുക? മനസ്സിലായില്ല? അരിയോ തെറ്റ്, അതിനകത്ത് വീണ്ടും അയൺ കൊടുക്കാനും പ്രോട്ടീൻ കയറ്റാനും നോക്കിയാലുണ്ടാകും. ഇപ്പം ഇപ്പം റേഷൻ കട വഴി കൊടുത്തിട്ടിരിക്കുന്നതാണ്. വീണ്ടും മനുഷ്യരെ ഒരുപാട് രോഗികളാക്കാൻ പോകുന്ന ഒരു പദ്ധതിയായിട്ടേ വരുള്ളൂ. കാരണം ഇവരുടെ ചിന്ത തെറ്റാണ്, അന്വേഷണം തെറ്റാണ്, അന്വേഷണ പാതയാണ് തെറ്റിപ്പോണത്. അതായത് ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കണം, അതിനൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ പാത ഉപയോഗിച്ചത് ഇവർ കെമിസ്ട്രിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഉപയോഗിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. പക്ഷെ ആക്ച്വലി ശരീരത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇക്കോളജിയാണ്. ശരീരത്തിൻ്റെ ശാസ്ത്രം ഇക്കോളജിയാണ്, കെമിസ്ട്രി അല്ല, ഫിസിക്സും അല്ല. ഫിസിക്സോ കെമിസ്ട്രിയോ ബോട്ടണിയോ ബയോളജിയോ പോലുമല്ല, അത് ഇക്കോളജിയാണ്. ആ ഇക്കോളജി ശാസ്ത്രപ്രകാരമേ ഒരു ശരീരത്തിനെ മനസ്സിലാക്കാൻ പറ്റൂ. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ്. വിശ്വം താനീ ശരീരം.
പ്രപഞ്ചത്തിൻ്റെ സകലത്തിൻ്റെയും കൂടി ഒരു ചെറു പതിപ്പാണ് നമ്മുടെ ഓരോ ശരീരവും. ഈ ഓരോ ശരീരത്തിൻ്റെ ഓരോ കോശം എടുത്താൽ ഒരു ശരീരത്തിൻ്റെ ചെറുപതിപ്പാണ് ഓരോ കോശവും. ഓരോ കോശത്തിനും വായും വയറും കൈകാലുകളും തലച്ചോറും മനസ്സും ബുദ്ധിയെല്ലാം ഉണ്ട് നമ്മുടെ ഓരോ കോശത്തിനും. ഓരോ ജീവിയാണത്. ഓരോ കോശവും ഓരോ ജീവിയാണ്. ഇതെങ്ങനെയാണ് പഠിച്ചു തീർക്കാൻ പറ്റുക? പഠിച്ചു തീർക്കാനേ പറ്റില്ല. ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളിൻ്റെ ഒരു ശരീരം ഒരു നിശ്ചിത റേഷ്യോയിലാണ് ചേർന്നിരിക്കുന്നത്. വിശ്വത്തിൻ്റെ വേറൊരു പതിപ്പാണ്. ഇനി അടുത്ത ആളിൻ്റെത് വേറെ ഒരു റേഷ്യോയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിച്ചു തീർക്കാൻ പറ്റുക? അനാട്ടമി ഫിസിയോളജി എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പഠിക്കുന്ന MBBSനും പഠിക്കുന്ന അനാട്ടമിയും ഫിസിയോളജിയും ആയുഷ്കാലം പഠിച്ചാലും തീരില്ല. പഠിച്ചാൽ തീരാത്തൊരു സബ്ജക്റ്റാണ്. ഇന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് കടുകിനേക്കാളും കുറച്ചേ ഉള്ളൂ പഠിച്ചിട്ടുള്ളൂ. പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ ജീവൻ എന്ന് പറയുന്ന സാധനം, എല്ലാ മനുഷ്യരിലുള്ള ജീവൻ എന്ന് പറയുന്ന ഒന്നാണ്, എല്ലാവരുടെയും ഒന്ന്. അപ്പോൾ ആ ഒരു സാധനത്തിനെ പറ്റി പഠിച്ചാൽ മതി. എല്ലാവർക്കും ഒന്നാണ് ആ സാധനം. ശരീരം ഡിഫറൻ്റാണ്, ജീവൻ ഒന്നാണ്. അപ്പം ജീവനെ പറ്റി പഠിക്കുകയും ആ ജീവൻ്റെ സ്ട്രക്ചർ എന്താണ് ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുകയും ജീവൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ തലങ്ങൾ, അതിൻ്റെ ഭാവങ്ങൾ, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഇത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. ഇവിടെ ജീവൻ എന്താ വേണ്ടത്? ഒരു ജീവിക്ക് ഹാനികരമല്ലാത്ത ഒരു സാധനം എന്താ? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ വേണമെന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്, സമ്മതിച്ചു. പക്ഷേ അത് ജീവനെ അനുയോജ്യമായി എടുക്കണം. അപ്പോഴാണ് നമ്മൾ ജീവനുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന ഇത് പറയുക. ജീവനോടെ ഭക്ഷണം കഴിക്കണം, വേവിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. വേവിക്കാതെ നമ്മൾ കഴിക്കണം. വെജിറ്റേറിയനിസം, നോൺ വെജിറ്റേറിയനിസം എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോണ കൊണ്ടാണ് ഇക്കോളജിയിൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഇല്ല. ഇക്കോളജിയിൽ അതില്ല. ഇക്കോളജി അതിൻ്റെ എവല്യൂഷൻ പ്രോസസ്സിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണെന്ന് നോക്കും. അത് കാരണം ഞങ്ങളെന്ത് ചെയ്യും? മീൻ കഴിച്ചോളാൻ പറയും. മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത് പ്രകൃതി ചികിത്സയ്ക്ക് എതിരാണ്, ആയുർവേദത്തിന് ചില മരുന്നുകൾക്കെതിരാണ്. മീൻ കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പാല് കുടിക്കണുണ്ടോ? ഉണ്ട്. പാല് വെജിറ്റേറിയൻ ആണോ? ആണ്. അതെങ്ങനെ വെജിറ്റേറിയൻ ആകുക? പാലെങ്ങനെയാണ് വെജിറ്റേറിയൻ ആകുക? ഒരു പശുവിൽ നിന്നും വരുന്ന പ്രോട്ടീൻ ഫാറ്റല്ലേ അത് ആണ്. അതെങ്ങനെ വെജിറ്റേറിയൻ ആകുക? അപ്പോൾ അത് വെജിറ്റേറിയൻ അല്ല. നിങ്ങൾ പാല് കുടിച്ചുകൊണ്ട് വെജിറ്റേറിയൻ ആണെന്ന് പറയരുത്. അതെ, ഞാൻ പറഞ്ഞു. അത് സമ്മതിച്ചു. ഞാൻ നിങ്ങൾ തൈര് കഴിക്കുമോ? കഴിക്കും. ഒരു മൈക്രോസ്കോപ്പ് വെച്ച് തൈരൊന്ന് പരിശോധിച്ച്, മുഴുവൻ ഓർഗാനിസം, മുഴുവൻ സൂക്ഷ്മജീവികളല്ലേ, ബാക്ടീരിയ അല്ലേ അത്. നിങ്ങൾ വാരി കഴിക്കണ മുഴുവൻ ബാക്ടീരിയ അല്ലേ കഴിക്കണേ. ഒരു ജീവിയെ കഴിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് പറയുക? അപ്പോൾ ആ വെജിറ്റേറിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് തെറ്റാണ്. അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമില്ല. അപ്പോൾ ചിലർ ചോദിക്കും, സസ്യത്തിന് ജീവനില്ലേ? ഉണ്ട്. പിന്നെ നിങ്ങൾ കഴിക്കണേ എങ്ങനെയാണ്? അതിനെ കൊന്നല്ലേ തിന്നണേ? അപ്പോൾ എങ്ങനെയാണ് കഴിക്കണേ? അപ്പോൾ അതിന് മറുപടിയില്ല. ഈ വെജിറ്റേറിയനിൽ മറുപടിയില്ല. അതേസമയം ഇക്കോളജിയിൽ വരുമ്പോൾ നിങ്ങളൊരു ഒരു ഒരു മാങ്ങ കഴിക്കുന്നു, മാങ്ങയെ കഴിക്കുള്ളൂ, അണ്ടി കഴിക്കരുത്. അതിൻ്റെ ഫ്ലഷ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു ഡൊണേഷനാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് അതിൻ്റെ അണ്ടി എടുത്ത് കഴിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കശുമാങ്ങയുടെ അണ്ടി നിങ്ങൾ വറുത്ത് തിന്നുന്നു, അതാണ് തെറ്റ്. കശുമാങ്ങ മാങ്ങ തിന്നാൻ, അണ്ടി വറുത്ത് തിന്നാൻ പറഞ്ഞിട്ടില്ല. തിന്നാതിരിക്കാൻ അതിന് ചൊന വെച്ചിട്ടുണ്ട്. നിങ്ങളെടുത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായ കൊള്ളിപ്പോകും. കാരണം ആ അണ്ടി അതിൻ്റെ പ്രൊട്ടക്ഷൻ മെഷർ മുഴുവൻ എടുത്തിട്ടുണ്ട്, സകല സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതാണ് റിയൽ ഫുഡ്. ഒരു നേരിട്ട് കഴിക്കാൻ പറ്റുന്നതും വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നതുമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റാണ്. സൈക്കോളജി അതാണ് സമ്മതിക്കുള്ളൂ. അതൊന്ന് കഴിച്ചു നോക്കിക്കേ, ഒരു മാസം ഒന്ന് കഴിച്ചു നോക്കിക്കേ. കഴിക്കണതിന് മുമ്പ് ബോഡി കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ പ്രഷർ, കൊളസ്ട്രോള്, എല്ലാ സാധനവും ടെസ്റ്റ് ചെയ്തു. ഒരു മാസം ഈ പറയുന്ന രീതിയിൽ ഡയറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തു, നോർമലായിരിക്കും. സാധനങ്ങളെല്ലാം നോർമലായിരിക്കും. കാരണം ഇക്കോളജി ശാസ്ത്രം പറയുന്ന അതാണ് പറയുക. നിങ്ങളുടെ ഇക്കോളജിക്കൽ ഇൻബാലൻസ് ആണ് ഡിസീസ്. രോഗം എന്നുള്ളത്, ഡിസീസ് എന്ന രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ആന്തരിക പ്രകൃതിയുടെ
സന്തുലിതാവസ്ഥയുടെ താളം തെറ്റിപ്പോയിരിക്കുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് താളം തെറ്റിയിരിക്കുന്നു. അതാണ് ഈ രോഗം എന്ന് പറയുന്നത്. ചികിത്സ എന്ന് പറയുന്നത് ഇതിനെ താളത്തിലാക്കലാണ്. നിങ്ങളുടെ സന്തുലിതാവസ്ഥ താളത്തിലാക്കുക, ഇത് താളത്തിലാക്കുന്നതാണ് ഈ ചികിത്സ എന്ന് പറയുന്നത്. അത് ആരാണോ പുറമേ നിന്നും ചെയ്യുന്നത്, ബുദ്ധിപൂർവ്വം ചെയ്യുന്നത്, അവനാണ് ചികിത്സകൻ. അവനാണ് ചികിത്സകൻ എന്ന് പറയുന്നത്. എന്താണ് ശാസ്ത്രീയ ചികിത്സ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഉണ്ടായ രോഗത്തെ മാറ്റണം, രോഗകാരണത്തെ മാറ്റണം, മേലിൽ അതേ രോഗം ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനം ചെയ്യണം. ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നാൽ നമ്മൾ ഹോമിയോ മരുന്നോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ രണ്ടാമത് വരില്ലല്ലോ അത്. അതായത് അവിടെ പ്രതിരോധ സംവിധാനം പ്രകൃതി ശരീരത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാകണം. ഒരു നിശ്ചിത കാലപരിധിക്കുള്ളിൽ ചികിത്സ അവസാനിച്ചിരിക്കണം. അങ്ങനെയുള്ളതിനെ ശാസ്ത്രീയം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എന്താണ് ശാസ്ത്രീയതയുടെ മാനദണ്ഡം? ശാസ്ത്രീയ ചികിത്സയുടെ മാനദണ്ഡം എന്താണ്? ചവിട്ടിയാൽ പൊങ്ങിവൻ്റെ കട്ടിലാണോ? 14 നിലയുള്ള ആശുപത്രിയാണോ? അതോ ഉപകരണങ്ങളുടെ ധാരാളിത്തമാണോ? എന്താണ് ചികിത്സയുടെ ശാസ്ത്രീയത? അതിനൊരു മാനദണ്ഡം വേണ്ടേ? ഉണ്ടായ രോഗത്തെ മാറ്റണം. ബ്ലോക്കാണ്, ആർട്ടിൻ്റെ രക്തക്കുഴലിൽ ബ്ലോക്കാണ്. ബ്ലോക്ക് അവർ മാറ്റണില്ല, ബൈപ്പാസ് സർജറിയാണ് ചെയ്യുക. ഉണ്ടായ രോഗത്തെ മാറ്റണില്ല, രോഗകാരണത്തെയും മാറ്റണില്ല. അത് കാരണം എന്താണ്? ഈ ബൈപ്പാസ് ചെയ്തെടുത്ത് ബ്ലോക്ക് വീണ്ടും വരും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ശാസ്ത്രീയ ചികിത്സ എന്ന് വിളിക്കാൻ പറ്റുക? ആധുനിക ചികിത്സാശാസ്ത്രത്തിൽ സംശയം ജനിക്കണം എങ്കിലേ വേറൊരു പുതിയതിനെ പറ്റി അന്വേഷിക്കൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ശാസ്ത്രശാഖകളുണ്ട്, ചികിത്സാശാസ്ത്രമുണ്ട്. ഇപ്പോൾ സിദ്ധയുണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദമുണ്ട്, യുനാനിയുണ്ട്, ഒരുപാട് ചികിത്സാശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ ഈ ചികിത്സാശാസ്ത്രങ്ങൾ മുഴുവൻ ഇത്രമാത്രം കൺവീനിയൻ്റായിട്ട് എല്ലാവിധം ഉണ്ടായിട്ടും ഒരു വീടെങ്കിലും കേരളത്തിൽ രോഗമില്ലാത്തവരുടേതായിട്ടുണ്ടോ? ഒരു വീട്. സകല വീടുകളിലും രോഗികളായില്ലേ? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും രോഗികളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുമല്ല, ഒരു രോഗിയിൽ തന്നെ 15 രോഗമായിട്ട് വരുന്നു. എന്തൊരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ നിലവിലുള്ളതിലെല്ലാം സംശയം വരികയും പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിലവിലുള്ളൊരു ചികിത്സാശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്താ പേടിക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കിയത് രോഗത്തെപ്പറ്റി പഠിക്കരുത് എന്നാണ്. രോഗത്തെപ്പറ്റി പഠിക്കരുത്, പഠിപ്പിക്കരുത്, പറയരുത്. രോഗത്തെപ്പറ്റി പറയുകയും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗങ്ങൾ 10,000 ആയിരക്കണക്കിന് രോഗങ്ങളല്ലേ. ഇത് പഠിച്ചാലും തീരില്ല. എന്നാൽ ആരോഗ്യം ഒന്നേ ഉള്ളൂ. പഠിക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും പഠിക്കാനും പറ്റും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ നിലനിർത്തണം എന്നുള്ളത് പഠിച്ചാൽ പോരെ? എല്ലാവർക്കും പഠിക്കാം. സ്കൂളിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ അനാട്ടമി പഠിക്കേണ്ട, ഫിസിയോളജിയും പഠിക്കേണ്ട, ഒരു സാധനവും പഠിക്കേണ്ട. തലകുത്തി നിന്ന് പഠിച്ചാലല്ലേ അനാട്ടമിയും ഫിസിയോളജിയും മനുഷ്യനൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ആരോഗ്യത്തെപ്പറ്റി മാത്രം സംസാരിക്കുക, ആരോഗ്യത്തെപ്പറ്റി മാത്രം പഠിപ്പിക്കുക. രോഗത്തെപ്പറ്റി പഠിച്ചാൽ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉള്ളത് പഠിച്ചാൽ തീരില്ല, പുതിയത് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പിന്നാലെ പോകണത് മണ്ടത്തിലല്ലേ. ആരോഗ്യം ഒന്നേ ഉള്ളൂ. ആരോഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശരീരത്തിന് മാലിന്യം ഉണ്ടാവരുത്. ശരീരത്തിന് വേണ്ട എലമെൻറ്റ്സ് മുഴുവൻ എത്തിക്കാൻ പഠിക്കണം. ശരീരത്തിന് എന്തെല്ലാം വേണം, ഏതെല്ലാം ട്രേസ് എലമെൻറ്റ് വേണം, ഏതെല്ലാം ന്യൂട്രിയൻസ് വേണം, ഏതെല്ലാം പോഷണങ്ങൾ വേണം, അതെത്തിക്കാൻ പഠിക്കണം. മാലിന്യം ശരീരത്തിനകത്ത് ഉണ്ടാവരുത്. പിന്നെ നമുക്ക് കൂടുതൽ പ്രതിരോധ ശക്തി ഉണ്ടാകാൻ എന്താ വേണ്ടത്? ഇത് വേണ്ടേ? പ്രതിരോധ ശക്തിയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ തെർമോസ്റ്റാറ്റ് സംവിധാനം കുറ്റമറ്റതായില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം, ശക്തമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു തെർമോസ്റ്റാറ്റ് സംവിധാനം ശരീരത്തിനുണ്ട്. ആ തെർമോസ്റ്റാറ്റ് സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ എയറിൽ വളർന്ന സസ്യങ്ങളിലെ ഭക്ഷണം കഴിച്ചാൽ പറ്റുള്ളൂ. ഗ്രീൻ ഹൗസിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തെർമോസ്റ്റാറ്റ് കിട്ടില്ല. കാരണം അവിടെ കൃത്രിമമായിട്ട് കാലാവസ്ഥ നിയന്ത്രിച്ച് വച്ചിരിക്കുകയാണ്. അതേസമയം ഓപ്പൺ എയറിൽ വളരുന്ന വെയിൽ വന്നു, അതിനെ പ്രതിരോധിക്കാൻ സസ്യം നേടിയെടുക്കുന്ന ഒരു കഴിവുണ്ട്. ഒരു മഴ വന്നു, അതിനെ സസ്യം നേരിടും. മഞ്ഞ് വന്നു, അതിനെ ശരീരം നേരിടും. സസ്യത്തിന് അഡാപ്റ്റബിലിറ്റി കൂടുതലാണ്.
അപ്പോൾ സസ്യം നേടിയെടുത്ത ആ പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ട്രിഗർ ചെയ്യേണ്ടത്. ഇപ്പോൾ പേരക്ക കഴിക്കാൻ പറഞ്ഞു. പേരക്ക കഴിക്കാൻ പറഞ്ഞാൽ വിറ്റാമിൻ സി അതിനകത്തുണ്ട്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഉണ്ട്, വയറ്റിൽ നിന്ന് പോകാൻ നല്ലതാണ്. അതായത് ഒരു പേരക്ക ഒരു കുഞ്ഞിന് കൊടുത്താൽ പിറ്റേ ദിവസം കക്കൂസി പോകുമ്പോൾ വരെ ഉണ്ടെങ്കിൽ അത് വെളിയിൽ പോയിരിക്കും. അതായത് ഒരു വേണ്ടാത്ത ഒരു സാധനത്തിന് ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക. സുലഭമായിട്ട് സകലയിടത്തും ഉള്ളതല്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. വിറ്റാമിൻ സി ഉണ്ട്. പേരക്ക മധുരമാണ്. പേരക്കയേക്കാളും കൂടുതൽ വിറ്റാമിൻ സി ഉള്ളത് നെല്ലിക്കയിലാണ്. പക്ഷേ അത് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അളവ് കൂടുതൽ നെല്ലിക്കയിലാണ്. നെല്ലിക്കയ്ക്ക് ചവർപ്പും കയ്പും മധുരവുമാണ്. നാരങ്ങയിലും വിറ്റാമിൻ സി ഉണ്ട്, അതിന് പുളിയാണ്. ഇതിൽ ഏതായിരിക്കും അപ്രോപ്രിയേറ്റ് എന്നാണ് ഞങ്ങൾ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ്, ക്വാണ്ടിറ്റി അല്ല നോക്കണേ, അപ്രോപ്രിയേറ്റ് ഏതായിരിക്കും? പേരക്കയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെന്ന് പറയുന്നത് മധുരജീവിയാണ്. അവൻ്റെ രസമെന്ന് പറയുന്നത് മധുരമാണ്. അപ്പോൾ ആ മധുരമുള്ള പേരക്കായിലുള്ളത് മധുരമുള്ള വിറ്റാമിൻ സി ആണ്. ഇവിടെയാണ് നമ്മൾ എടുക്കുന്ന ഇമ്പോർട്ടൻസ് എടുക്കുന്നത്. നമ്മൾ ലാബിൽ പരിശോധിച്ചിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുക. മനുഷ്യ ശരീരം എന്ന് പറയുന്ന ലാബറട്ടറി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു വലിയ ലാബറട്ടറി അല്ലേ? അതിന് മധുരത്തിലാണ് ഇഷ്ടം. മധുരത്തിൽ വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ വരേണ്ടി വരും. ഇപ്പോൾ അവക്കാഡോ ഫാറ്റാണ്. ചിലർക്ക് ചില അവക്കാഡോ പറ്റില്ല. എന്നാൽ അവക്കാഡോയിൽ തന്നെ ഡൈവേഴ്സിറ്റി പ്രകൃതി കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ ഡൈവേഴ്സ് ഉണ്ട്. നല്ല സ്വാദുള്ള അവക്കാഡോയും ഉണ്ട്. വെച്ച് പിടിപ്പിക്കേണ്ട ജോലി നമ്മുടേതല്ലേ? സ്വാദുള്ള അവക്കാഡോ അവിടെ ഉണ്ട്. നമുക്ക് കൈ കിട്ടിയ ഗുരുവിട്ട് കളിപ്പിച്ചേച്ചാൽ അത് തിന്നാൻ കൊള്ളില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? സ്വാദുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ചേരിയ മധുരമുള്ള അവക്കാഡോ ഫാറ്റ് നമ്മുടെ ഇവിടെ പ്രകൃതി തന്നിട്ടുണ്ട്. അത് തെരഞ്ഞു പിടിച്ചെടുത്ത് നട്ട് കൃഷിയാക്കി വെക്കേണ്ട ജോലി നമ്മുടേതാണ്, മനുഷ്യൻ്റെതാണ്. മനുഷ്യൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് സീഡ് ഡിസ്ട്രിബ്യൂഷനാണ്. കളക്ടറാകാനും എഞ്ചിനീയറാകാനും ഡോക്ടറാകാനും അല്ല. അവന് വേണ്ട അന്നത്തിന് ഉതകുന്ന സീഡ് അവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കാക്ക ചെയ്യുന്നത് പോലെ, കാറ്റ് ചെയ്യുന്നത് പോലെ, ജലം ചെയ്യുന്നത് പോലെ നമുക്ക് വേണ്ട സാധനത്തിൻ്റെ സീഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അതിൽ കാക്ക ചെയ്യണ പോലെ ചെയ്യാനല്ല, നമ്മൾ കാറ്റ് ചെയ്യണ പോലെ ചെയ്യാനുമല്ല. പ്രകൃതി ആശിക്കുന്നിടത്ത് വേണ്ടിടത്ത് വേണ്ട വിത്ത് വേണ്ടത്ര ഇടാൻ അതിനുള്ള ബുദ്ധിയും കൂടി തന്നിട്ടുണ്ട്, തലച്ചോറും കൂടി തന്നിട്ടുണ്ട് നമുക്ക്. അത് തിരഞ്ഞെടുക്കേണ്ട ജോലി, ശരി തിരഞ്ഞെടുക്കേണ്ട ജോലി മനുഷ്യൻ്റെതാണ്, പ്രകൃതിയുടേതല്ല. പ്രകൃതി ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും പ്രകൃതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ ജീവി വരുമ്പോൾ ഈ ജീവി രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നു. ഭൂമിയുടെ ഹൊറിസോണ്ടൽ സിസ്റ്റത്തിൽ നിന്ന് മാറി വെർട്ടിക്കലായിട്ട് അവൻ നിന്നു. അവൻ സ്വതന്ത്രനാണ്. അവൻ സ്വതന്ത്രമായി ചിന്തിച്ച് വേണ്ടത് കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത് ചെയ്തോണം. പരിപൂർണമായ ഉത്തരവാദിത്വം പ്രകൃതി ഈ ജീവിക്ക് പ്രകൃതി തന്നിരിക്കുകയാണ്. നീ ശരി ചെയ്താൽ നിനക്ക് അതിൻ്റേതായ ഗുണം കിട്ടും, തെറ്റ് ചെയ്താൽ അതിൻ്റെ അനുഭവിച്ചോണം. പ്രകൃതിക്ക് അതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല, നേരിട്ട് ഇടപെടലൊന്നുമില്ല. ശരി ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. അപ്പോൾ അത് നമ്മളുടെ സ്വധർമ്മങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്തു പോകേണ്ടതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മോഡേൺ സയൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് അപകടം. അപ്പം ഈ ഒരു വഴിക്ക് അന്വേഷണ പാത തെറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒരു തെറ്റിൽ നിന്നും വേറൊരു തെറ്റിലേക്ക് പോയി. അരി തെറ്റാണ്. അരിക്കകത്ത് അയൺ ചേർത്താൽ, പ്രോട്ടീൻ ചേർത്താൽ വീണ്ടും ഒരു തെറ്റുകൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇത് തിരുത്തൽ വേണ്ടി വരും, എന്തായാലും തിരുത്തൽ വേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം. നമ്മൾ ഇക്കോളജി എന്ന് പറയുന്നൊരു ശാസ്ത്ര വഴിയിൽ നമ്മൾ കൃഷി ഡിസൈൻ ചെയ്യണം, അങ്ങനെയാണ് ഹെൽത്ത് ഡിസൈൻ ചെയ്യണം, അങ്ങനെയാണ് വിദ്യാഭ്യാസം ഡിസൈൻ ചെയ്യണം, അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഒരു സയൻസിൻ്റെ ഫ്രെയിമിൽ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കണം. ഒരു സയൻസ് വേണം അതിന്. ആ സയൻസ് വ്യക്തമായ ഒരു സയൻസിൻ്റെ പിൻബലത്തിലാണ് ഇത് പോണത്. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ഇല്ല, പാരമ്പര്യ അറിവേ ഉള്ളെന്നുള്ളൊരു ധാരണയിൽ ആളുകൾ അതിന് കണ്ടിരുന്നത്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, അറിയില്ല. അവർ വന്ന് പഠിക്കാഞ്ഞിട്ടാണ്. വന്ന് പഠിച്ചാൽ മനസ്സിലാവും ഇതൊരു സയൻസിൻ്റെ ബേസിലാണ് പോവുക. ഇപ്പം നമ്മളതിനകത്ത് കുമ്മായം
കുമ്മായം എന്ന് പറഞ്ഞാൽ ജൈവമല്ലേ? കുമ്മായം എന്ന് പറഞ്ഞാൽ ജൈവമാണ്. പക്ഷേ ജൈവ കൃഷിയിൽ കുമ്മായത്തെ അനുവദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുമ്മായം ജീവനെ ഹനിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് പ്രശ്നം. കുമ്മായം എടുത്തിട്ടാൽ നമ്മുടെ കൈ പൊള്ളിപ്പോകും, മണ്ണര ചത്തുപോകും, സൂക്ഷ്മജീവികൾ മുഴുവൻ ചത്തുപോകും. അപ്പോൾ കുമ്മായം ജൈവമാണെങ്കിൽ പോലും അതിനെടുക്കില്ല. കാരണം ജൈവം എന്ന് പറയുന്നത് ജീവനെ ബന്ധപ്പെട്ട സാധനങ്ങളായിരിക്കണം, ജീവനെ ഹനിക്കുന്നതാവരുത്. ഇപ്പം എന്താ പറ്റിയേ? ഒരു ബയോളജിക്കൽ ഓർഗാനിസം, നമ്മളുടെ ഒരു ബയോളജിക്കൽ ഓർഗാനിസമാണ്. അതിനകത്തേക്ക് കെമിക്കൽ മരുന്നിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ആൻറ്റിബയോ ആയിട്ടുള്ളൊരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. തെറ്റല്ലേ? അത് അൺസയൻറ്റിഫിക് അല്ലേ? അൺസയൻറ്റിഫിക്കാണ്. തെറ്റല്ല പ്രശ്നം, അൺസയൻറ്റിഫിക്കാണത്. അൺസയൻറ്റിഫിക്കായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാവില്ല, ഡി ഉണ്ടാകുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഡി ഇല്ല, ഉടനെ ഡി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യണം. നാളിതുവരെ ഡി ഉണ്ടാക്കിയിരുന്ന ഒരു ശരീരത്തിനകത്ത് ഇപ്പോൾ ഡി ഇല്ലെങ്കിൽ, ഡി ഇല്ലാതാകാൻ എന്തോ ഒരു കാരണം അവിടെ ഇല്ലേ? ആ കാരണം കണ്ടെത്തി അതിനൊരു പരിഹാരം അല്ലേ വേണ്ടേ? ശാസ്ത്രീയത അതിലല്ലേ? അല്ലാതെ നമ്മൾ അതിനൊരു താൽക്കാലിക പരിഹാരമായിട്ടൊരു ഗുളിക ഉണ്ടാക്കി കൊടുക്കലാണോ? അതാണ് തെറ്റെന്ന് പറയുന്നത്. ഡിയിലെ തെറ്റ് അതാണ്. വളരെയധികം തെറ്റായ ഒരു നടപടിയാണ് ഡി ഗുളിക. അത് എല്ലാ ഡോക്ടർമാരും എല്ലാവർക്കും എഴുതി വിടുന്നു എന്നുള്ളതാണ്. പിള്ളേർക്കും എഴുതി വിടുന്നു.